ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, നമ്മൾ ഒരു രാത്രിയിലോ ഏതെങ്കിലും ഒരു റൂമിൽ കയറിയെന്ന് വിചാരിച്ചോ, ഭയങ്കര ഇരുട്ട് നിറഞ്ഞ ഒരു റൂമിലേക്ക് നിങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ പോയി അവിടെ കയറുകയാണ്. നിങ്ങൾക്ക് ആ റൂമിനെ കുറിച്ച് ഒരറിവുമില്ല, ഭയങ്കര ഇരുട്ട്. എന്താ അവിടെ ഉള്ളത് എങ്ങനെയുള്ള റൂമാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. എന്നാൽ നിങ്ങൾ അവിടെ ഒരു സ്വിച്ച് ബോർഡ് കണ്ടു. ആ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു റൂമിൻ്റെ വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഭയങ്കര ബ്യൂട്ടി കാണാൻ പറ്റിയത്. എന്നാൽ ആ ഇരുട്ടായിരുന്നപ്പോഴത്തേക്കും അവിടെ എന്താണെന്നോ എങ്ങനെയുള്ളതാണെന്നോ എന്താണ് ആ റൂമിൻ്റെ അവസ്ഥയെന്നോ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ സ്വിച്ച് അല്ലെങ്കിൽ അവിടെ ഒരു ക്യാൻഡിൽ ഉണ്ടായിരുന്നു, ലൈറ്റും ഉണ്ടായിരുന്നു. ക്യാൻഡിലും ലൈറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡിൽ എടുത്ത് ലൈറ്റ് മെഴുകുതിരി കത്തിച്ച് കഴിയുമ്പോഴായിരിക്കും ആ ഒരു റൂമിൽ വളരെ പ്രകാശം വരുന്നത്. അല്ല, ഒരു ഇരുട്ട് നിറഞ്ഞ റൂമിലേക്കാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ആ ഇരുട്ട് നിറഞ്ഞ റൂം വളരെ മനോഹരമാണ്. നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് നിങ്ങളുടെ ഒരു ചെറിയ എഫോർട്ട് കൊണ്ടാണ്. അതായത് ഒന്നെങ്കിലും അത് സ്വിച്ച് ഇടണം, അല്ലെങ്കിൽ ലൈറ്റർ എടുത്തിട്ട് ആ ഒരു മെഴുകുതിരി കത്തിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ റൂമിന്റെ ബ്യൂട്ടി കാണാനായിട്ട് പറ്റില്ലായിരുന്നു. ഇതുപോലെയാണ് ചിലപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിങ്ങളെല്ലാം ഒരു വളരെ മനോഹരമായി, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒത്തിരി കഴിവുള്ളവരാണെന്നേ, അത് ഒരുപക്ഷെ നിങ്ങളുടെ കൂടെയുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് പോലും കാണാൻ പറ്റണമെന്നില്ല. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് പോലും അറിയത്തില്ലായിരിക്കും നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന്. അതിനായിട്ട് ഒരു ചെറിയൊരു എഫോർട്ട്, അതായത് സ്വിച്ച് ഇടുന്ന ഒരു എഫോർട്ട് പോലെ, അല്ലെങ്കിൽ ആ ലൈറ്റർ എടുത്ത് കത്തിക്കുന്ന ഒരു എഫോർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇട്ടാൽ നിങ്ങൾ അമേസിംഗ് ആണ്. വളരെ മനോഹരമായിട്ട് ഉയരത്തിലൊക്കെ എത്താനായിട്ട് സാധിക്കും. ഇവരൊക്കെ പറയും, ചിലർ പറയും പുറത്തുനിന്ന് കാണുന്നവർക്ക് ആ റൂമിന്റെ ബ്യൂട്ടി മനസ്സിലാവണമെന്നില്ല. അവർ കാണുമ്പോൾ ജസ്റ്റ് ഒരു അടച്ചിട്ട റൂമായിരിക്കാം, അല്ലെങ്കിൽ ഇരുട്ടുള്ള റൂമായിരിക്കാം. പക്ഷെ അവിടെ ആ ലൈറ്റ് കത്തി കഴിയുമ്പോഴും ആ പറഞ്ഞവർ തന്നെ മാറ്റി പറയും, ഓ, ആ റൂം കാണാൻ എന്താ ഭംഗിയാണെന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് പോലും അറിയില്ല. അതൊന്ന് സ്വിച്ച് ഇട്ട് അതിനൊന്ന് ഒരു ചെറിയൊരു എഫോർട്ട് ഇട്ട് ആ ഒരു ലൈറ്റ് എടുത്ത് ഒരു മെഴുകുതിരി കത്തിക്കുന്നത് പോലെ കത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അമേസിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തെത്താൻ പറ്റും. എല്ലാവിടവും പ്രകാശിതമായ ഒരു അവസ്ഥയിലേക്ക് എത്തും. നിങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെല്ലാം പുറത്തെടുക്കാനുള്ള ഒരു സമയമാണെന്ന് നിങ്ങൾ വിചാരിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. മേ ബി യു മൈറ്റ് നീഡ് എ സൈലന്റ് ടൈം, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കാമായിട്ട് ഇരുന്ന് ഒരു പക്ഷെ ചിന്തിക്കുക, ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു, ചൈൽഡ്ഹുഡിൽ ഞാൻ എന്തൊക്കെ ഹോബീസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം എനിക്ക് എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് എവിടെ എത്താനാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താ, ഇപ്പൊ എന്ത് ചെയ്താലാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്, ഏതവസ്ഥയിലൂടെ പോയാലാണ് ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സക്സസ് ലൈഫിലേക്ക് എത്തുന്നത്, എന്തെങ്കിലും എൻ്റെ ആ ഒരു വിജയത്തിലേക്കുള്ള താക്കോല് എവിടെയാണ്. ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് കാര്യങ്ങളായിരിക്കാം. ഒന്നിനും സമയമോ പ്രായമോ ഒന്നും ഒരു പരിധി അല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് KFC ചിക്കന്. ആ KFC ചിക്കന്റെ ഇൻവെന്റ് ചെയ്ത ആള് ഏത് വയസ്സിലാണ്, റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടാണ് ആള് ഈ ഒരു KFC എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു ബ്രാൻഡ്, ഈ ലോകത്തിന്റെ തന്നെ എല്ലാ രാജ്യങ്ങളിലും, ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഒരു ബ്രാൻഡിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് പ്രായം ഒന്നിനും പരിധിയല്ല. നിങ്ങൾ സ്റ്റിൽ യങ് ആണ്, മൈൻഡിൽ യങ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഉള്ള കഴിവുകൾക്കുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾ തന്നെ മുമ്പോട്ട് എടുക്കുക. ഒരിക്കലും വേറൊരാളെ ഒരു പുഷ് ചെയ്യാനായിട്ടോ മറ്റുള്ള ഒരാളുടെ ഒരു പുഷിന് വേണ്ടി വെയിറ്റ് ചെയ്യല്. സക്സസ് ഈസ് വിത്തിൻ യു. ബി ദ ലൈറ്റ് കത്തിക്കുക, പ്രകാശമായി മാറുക. നിങ്ങൾ കടന്നു ചെല്ലുന്ന എല്ലാ സ്ഥലത്തും ഏറ്റവും വളരെ മനോഹരമായ പ്രകാശം പരത്തുന്ന ഒരു വ്യക്തികളായിട്ട് നിങ്ങൾ മാറട്ടെ. അതിന് നിങ്ങളെ കൊണ്ട് കഴിയും. ബൈബിളിൽ പറയുന്ന പോലെ ദീപം എന്ന് പറയുന്നത് അടിയിൽ വെക്കേണ്ടതല്ല, അത് എല്ലാവരും കാണുന്ന സ്ഥലത്ത് വെക്കേണ്ടതാണ്. നിങ്ങളുടെ ഉറങ്ങിക്കിടന്ന കഴിവുകൾ നിങ്ങളിൽ തന്നെ ഒതുങ്ങി തീരേണ്ടതല്ല, എല്ലാവരിലേക്കും അത് പകർന്ന് നൽകുവാനുള്ളതാണ്. അപ്പൊ അതിനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ആ ഒരു താക്കോല് ഇന്ന് തന്നെ നിങ്ങളുടെ കണ്ടുപിടിക്കാനായിട്ട് ഉപകാരപ്പെടട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുന്നതിന് വരെ ബൈ ബൈ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ.